ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 21 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 22-ാമത്തെ ശ്ലോകം നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയന്തോ, അന്യചിന്തകളൊന്നുമില്ലാതെ, ഏ ജന, ഏതൊരു ജനമാണോ, മാം പര്യുപാസതേ, എന്നെ ഉപാസിക്കുന്നത്, നിത്യാഭിയുക്താനാം, നിത്യയുക്തന്മാരായ അഥവാ സദാ എന്നോട് ചേർന്നിരിക്കുന്നവരായ, തേഷാം അവരുടെ, യോഗക്ഷേമം യോഗവും ക്ഷേമവും, വഹാമ്യഹം ഞാൻ വഹിക്കുന്നു. അന്യചിന്തകളൊന്നുമില്ലാതെ എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട്, അതായത് ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഏതു ജനം ഉപാസിക്കുന്നുവോ, നിത്യയുക്തന്മാരായ സദാ എന്നോട് ചേർന്നിരിക്കുന്ന അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കുന്നു. ഭഗവാൻ തരുന്ന വാക്കാണിത്. മറ്റു ചിന്തകളൊന്നുമില്ലാതെ, ഫലകാംക്ഷയോടെ വിവിധ ദേവതാസങ്കല്പങ്ങളെ ഒന്നും പൂജിക്കാതെ, എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, അതായത് ഏകമായ ഈശ്വരനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ സദാ എന്നെ ആരാധിക്കുന്നത്, അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകുന്നു. അപ്പോൾ അത്തരത്തിലുള്ളവർ ഫലകാംക്ഷയോടെ ഏതെങ്കിലും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി വിവിധ ദേവതാസങ്കല്പങ്ങളെ പൂജിക്കുന്നില്ല. കാരണം അവരത്തരത്തിലുള്ള ഫലകാംക്ഷയില്ലാത്തവരാണ്, മറ്റു ചിന്തകളൊന്നുമില്ലാത്തവരാണ്. അത്തരത്തിൽ പൂർണ്ണമായ ഭക്തിയോടെ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ആരാണോ എന്നെ ആരാധിക്കുന്നത്, അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകുന്നു. ആഗ്രഹിക്കുന്നതല്ല, വേണ്ടുന്നതെന്താണോ, അയാൾക്ക് വേണ്ടതെന്താണോ. പക്ഷെ അങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്നില്ല ഒന്നും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകുന്നു. അതുപോലെ ആ നൽകിയതെല്ലാം അഥവാ അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെടാതെ ഞാൻ നിലനിർത്തുകയും ചെയ്യുന്നു. സ്വാർത്ഥചിന്തയില്ലാതെ സദാ ഭഗവത് ചിന്തയോടെ തൻ്റെ കർമ്മങ്ങളെല്ലാം ഈശ്വരപൂജയായി കരുതി അനുഷ്ഠിക്കുന്ന ഭക്തന് അവനൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിലും അവന് വേണ്ടതെല്ലാം വേണ്ടുവോളം ഭഗവാൻ നൽകും എന്നുള്ളത് ഭഗവാന്റെ വാക്കാണ്. അതേപോലെ തന്നെ ആ നൽകിയതൊന്നും അഥവാ അവനുള്ളതൊന്നും നഷ്ടപ്പെടാതെ നിലനിർത്തുകയും ചെയ്യും. അതിനാണ് യോഗവും ക്ഷേമവും എന്ന് പറയുന്നത്. എല്ലാം ലഭിക്കുവാനുള്ള യോഗവും അത് നിലനിർത്തുവാനുള്ള ആ ക്ഷേമവും രണ്ടും ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന് ഭഗവാൻ വാക്ക് തരികയാണ് ഈ ശ്ലോകത്തിലൂടെ. ഫലകാംക്ഷയോടെയുള്ള യജ്ഞകർമ്മങ്ങളിലൂടെ യജ്ഞദേവതകൾ, അതാത് യജ്ഞങ്ങളുടെ ദേവതകൾ പ്രസാദിക്കുകയും യജ്ഞഫലം നൽകുകയും ചെയ്യുന്നു. അതാണ് കാമ്യകർമ്മങ്ങൾ, യജ്ഞങ്ങൾ. എന്നാൽ അതിൻ്റെ പുണ്യഫലം ക്ഷണികമാണ്. ആ ഫലം തീരുന്നതോടെ വീണ്ടും പഴയപടിയാകുന്നു. അതാണ് കാമ്യകർമ്മങ്ങളുടെ പ്രത്യേകത. യജ്ഞദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് വഴിയുള്ള
ആഗ്രഹപൂർത്തീകരണങ്ങളുടെ ഫലം അതാണ്. അത് ക്ഷണികമാണ്. എന്നാൽ ഭൗതികമായ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തന് ജീവിതാവശ്യങ്ങൾക്ക് യാതൊരു മുട്ടും വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാനാണ്. അതുകൊണ്ട് ഒന്നും ചോദിക്കാതെ തന്നെ അവന് വേണ്ടതെല്ലാം ഭഗവാൻ കൊടുക്കുന്നു. അതാണ് യോഗം. ഇവയിലൊന്നും ഭ്രമിക്കാതെ തൻ്റെ ഉപാസന തുടരുന്ന ഭക്തന് ഇവയൊന്നും നഷ്ടപ്പെടാതെ നോക്കേണ്ട കടമയും ഭഗവാന്റെയാണ്. അതാണ് ക്ഷേമം. അവയെല്ലാം സംരക്ഷിക്കുന്ന ജോലി അതും ഭഗവാൻ ഏറ്റെടുക്കുന്നു. അതായത് ഭഗവാൻ തൻ്റെ ഭക്തനെ ഒരിക്കലും കൈവിടില്ല എന്നർത്ഥം. അവന് വേണ്ടതെല്ലാം വേണ്ടുവോളം ഭഗവാൻ നൽകുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യും. ആത്യന്തികമായി അവന് മുക്തിയും ഭഗവാൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓരോരോ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം യാതൊരു ആഗ്രഹങ്ങളുമില്ലാതെ സദാ ഭഗവത് ചിന്തയോടെ ഈശ്വരനെ മാത്രം ആശ്രയിച്ചാൽ അവന് വേണ്ടുന്നതെല്ലാം വേണ്ടുവോളം ഭഗവാൻ പ്രദാനം ചെയ്യും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ആപ്തവാക്യം ഇതാണ്. ഈ ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ വരിയാണ്. യോഗക്ഷേമം വഹാമ്യഹം. നിങ്ങളുടെ യോഗവും ക്ഷേമവും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വരികളാണ് LIC സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഈ സദാ ഭഗവത് ചിന്ത എങ്ങനെയാണെന്നുള്ളതിന് ഒരു നാരദൻ്റെ ഒരു കഥയുണ്ട്. നാരദൻ എപ്പോഴും നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ താനാണ് ഏറ്റവും വലിയ നാരായണ ഭക്തൻ എന്നാണ് നാരദൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഒരു ദിവസം നാരദൻ ചെന്ന് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ ആരാണ്? നീയാണ് നാരദ എന്ന് ഭഗവാൻ പറയുമെന്ന് വിചാരിച്ചാണ് നാരദൻ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. ഭഗവാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു ഭൂമിയിലെ ഒരു കർഷകൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അദ്ദേഹത്തെ. നീ അവിടെ ചെന്ന് ഇന്ന വീട്ടിലൊരു കർഷകനുണ്ട്, അയാളുടെ ജീവിതചര്യ ഒന്ന് നോക്കി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. നാരദൻ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഈ കർഷകൻ്റെ ഭവനത്തിൽ ചെന്നു. അപ്പോൾ അയാൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്ത് വയലിലേക്ക് പുറപ്പെടുകയാണ്. വയലിലേക്ക് പുറപ്പെടുന്നു. അതിൽ കൃഷികാര്യങ്ങളെല്ലാം, വയലിലുള്ള പണികളെല്ലാം ചെയ്യുന്നു. ഉച്ച സമയത്ത് കൊണ്ടുപോയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നു. വീണ്ടും ജോലിയിലേർപ്പെടുന്നു. വൈകിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് തൻ്റെ മാതാപിതാക്കൾക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കി വീണ്ടും കുറച്ച് നേരം ഈശ്വര ഭജനം ചെയ്യുന്നു. കിടന്നുറങ്ങുന്നു. ഇത്രയേ ഉള്ളൂ ഒരു ദിവസം. ഭഗവാൻ ഇതെന്ത് അറിയാനാണ് എന്ന് വിചാരിച്ച് നാരദൻ തിരിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്നു. കർഷകനെ ജീവിതചര്യയെക്കുറിച്ച്, ഒരു ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ചോദിച്ചു, അയാളുടെ ഭക്തി നീ കണ്ടോ എന്ന് ചോദിച്ചു. അയാൾ എന്താണ് ഭഗവാനെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കും, സന്ധ്യയ്ക്കൊന്ന് പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. ശരി, നീ ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു കുടം നിറയെ എണ്ണ നാരദൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. ഒരു കുടം തുളുമ്പി നിൽക്കുന്ന അത്രയും എണ്ണ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഈ എണ്ണയിൽ ഒരു തുള്ളി പോലും ഭൂമിയിൽ വീഴാതെ, തറയിൽ വീഴാതെ നീ ഈ ഭൂമിക്ക് ഒരു വലം വച്ച് എൻ്റെ മുന്നിൽ വരിക. നാരദൻ തലയിലെ എണ്ണക്കുടവുമേറ്റി നടക്കാൻ തുടങ്ങി.
ഒരു തുള്ളി പോലും താഴെ വീഴരുതെന്നാണ് ഭഗവാന്റെ കൽപ്പന. നാരദൻ അതീവ ശ്രദ്ധയോടെ ഒരു തുള്ളി പോലും താഴെ വീഴാതെ വളരെ വിഷമിച്ച് വൈകുന്നേരമായപ്പോഴേക്കും ഭഗവാന്റെ മുന്നിൽ വന്നു. ഭഗവാന്റെ മുന്നിൽ കുടമിറക്കി വെച്ചു. നാരായണ നാരായണ എന്ന് ജപിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒരു തുള്ളി പോലും വീണില്ലല്ലോ. ഇല്ല ഭഗവാനെ, ഒരു തുള്ളി പോലും താഴെ വീഴാതെ അതീവ ശ്രദ്ധയോടെയാണ് ഞാൻ ഇത് പൂർത്തിയാക്കിയത് എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇന്ന് നീ എത്ര പ്രാവശ്യം എന്നെ സ്മരിച്ചു? അപ്പോഴാണ് നാരദൻ ചിന്തിക്കുന്നത്, ഇന്ന് രാവിലെ ഈ എണ്ണക്കുടം തലയിൽ ഏന്തിയതിന് ശേഷം ഇത് തിരിച്ച് ഭഗവാന്റെ മുന്നിൽ വയ്ക്കുന്നത് വരെ താൻ ഈശ്വരസ്മരണ ചെയ്തിട്ടില്ല, നാരായണ നാരായണ ജപിച്ചിട്ടില്ല. അത്ഭുതത്തോടെ അദ്ദേഹം ചിന്തിച്ചു. ഭഗവാനെ എങ്ങനെ ചിന്തിക്കാനാണ്? എൻ്റെ തലയിൽ എണ്ണക്കുടം ഇരിക്കുകയല്ലേ, ഞാൻ എങ്ങനെ അങ്ങയെ ചിന്തിക്കും? വേറെ ഒരു ചിന്തയും എനിക്കുണ്ടായില്ല അങ്ങയുടെ ആ കൽപ്പന പാലിക്കാൻ വേണ്ടി. ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഇത്ര നിസ്സാരമായ ഒരു ചുമതല നിന്നെ ഏൽപ്പിച്ചപ്പോൾ നീ ഒരിക്കൽ പോലും അതിനിടയ്ക്ക് എന്നെ സ്മരിക്കുവാൻ നിനക്ക് അവസരമുണ്ടായില്ല. എന്നാൽ ആ കർഷകനെ നോക്കൂ, അയാൾ തൻ്റെ നിത്യേനയുള്ള ജോലികളെല്ലാം ചെയ്യുമ്പോഴും സദാ എന്നെ സ്മരിക്കുന്നു. അഥവാ ആ ദിവസം തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് എല്ലാം അദ്ദേഹം ദിവസേന എന്നെ സ്മരിക്കുന്നു. ഇത്രയും ജോലികൾക്കിടയിലാണ് അയാളത് ചെയ്യുന്നത്. നീ ഈ ഒരു എണ്ണക്കലം തലയിൽ വെച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും നിനക്ക് എന്നെ ചിന്തിക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ ആരാണ് കൂടുതൽ ഭക്തൻ? ഇത് കേട്ടപ്പോൾ നാരദന് മനസ്സിലായി, ശരിയാണ്, സദാ താൻ ഈശ്വര ചിന്തയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ മികച്ചതാണ് ആ കർഷകൻ്റെ ഭക്തി. ഇത്രയും ജോലികൾക്കിടയിൽ അദ്ദേഹം നിത്യേന ഈശ്വരനെ 3 നേരവും സ്മരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് തന്നേക്കാൾ വലിയ ഭക്തൻ എന്ന് നാരദന് മനസ്സിലായി എന്നാണ് കഥ. അതായത് നമ്മൾ എന്തു ചെയ്യുമ്പോഴും ഏത് ജോലിയിൽ ഏർപ്പെടുമ്പോഴും സദാ ഈശ്വരചിന്തയോടെ കഴിയുക. അതാണ് അനന്യശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ളവരുടെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും എന്ന് വാക്ക് തരികയാണ് ഈ ശ്ലോകത്തിലൂടെ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.